എനിക്ക് ഇപ്പോൾ സച്ചുവിനെ ഭയങ്കര വിശ്വാസമാണ്, നൗഷാദിനെ ഭയങ്കര വിശ്വാസമാണ്. നൗഷാദിനൊന്നും ഈ ജോലിക്കൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് അവനിപ്പോൾ എൻ്റെ ഫോൺ കൊടുത്താലും എൻ്റെ ഫോൺ കൊണ്ട് അവൻ പോകുന്നില്ല. അതിൽ അഷ്ടപ്പ ചേച്ചിയുടെ എനിക്ക് 100% വിശ്വാസം. ഇപ്പം അഷ്ടപ്പ ചേച്ചിയുടെ ഫോൺ കൊടുത്താലും കാരണം വെച്ചാൽ അവരൊക്കെ ഫാമിലിയായിട്ട് ജീവിക്കുന്നതാണ്. അവരൊന്നും നമ്മുടെ കസ്റ്റമറെ കൊണ്ട് അവർ പോകില്ല, അവർക്ക് വേണ്ടാലും. ഇപ്പം മെറീസേനെ എനിക്ക് വിശ്വാസമാണ്. ഉമ്മർഖാനോടും എനിക്ക് ഉമ്മർഖാനും വിശ്വാസമാണ്. അവർക്കൊന്നും ഈ ജോലി ചെയ്തിട്ട് നമ്മുടെ അന്നത്തിൻ്റെ കണ്ണ് മുട്ടിച്ച് നമ്മുടെ കസ്റ്റമറോട് അവർക്കൊന്നും കാര്യമൊന്നുമില്ല. ഓക്കെ, റൈസിക്കനെ വിശ്വാസമാണ്. കാരണം അവരൊക്കെ എനിക്ക് 10 പൈസ ഉണ്ടാക്കാനാണ് നോക്കുന്നത്. ഇതെന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാനിപ്പോൾ റൈസിക്കയുടെ ഫോണായിട്ട് ലിങ്ക് ചെയ്തിട്ട് റൈസിക്ക് സമയം കിട്ടുമ്പോൾ എനിക്കൊന്ന് ചാറ്റിങ് തന്നാൽ മതി. അത് എനിക്ക് കുറച്ച് ആൾക്കാരെ വിശ്വാസമുള്ളവരിലൊക്കെ ഇതാ ഫോൺ കൊടുക്കും. ഞാൻ അത്രത്തോളം എനിക്ക് തോന്നുന്നു ഈ ദുബായിൽ ഫസ്റ്റ് ആദ്യമായിട്ട് ഞാനാണ് ഈ ടിക്ടോക്കിൽ സ്റ്റാർട്ടാക്കിയത് ഫോൺ നമ്പർ വെച്ച്. ഫസ്റ്റ് എനിക്കുള്ള പോലെ ഒന്നും ഇവിടെ ആർക്കില്ല. ഞാനാണ് ഇതിൽ ആദ്യമായിട്ട് തുടക്കവും ഫസ്റ്റും അവസാനമായിട്ട് ഞാനാണ് ഈ ടിക്ടോക്കിൽ തുടങ്ങി വെച്ചത്, അറിയോ? എന്നിട്ടാണ് ബാക്കി എല്ലാ പെണ്ണുകളും തുടങ്ങിയത്. ഞാൻ അതൊരു അബദ്ധത്തിൽ കള്ളു കുടിച്ചിട്ട് ചെയ്ത പരിപാടിയാണ്. ശരിക്കറിയോ, ഇത് തുടക്കം കുറിച്ചതാരെന്നറിയോ? വിജിയാണ്. വിജി എല്ലാവർക്കും വഴികാട്ടിയായി. കാരണം ഞാൻ ഈ ദുബായിൽ വന്നിട്ട് അച്ചായൻ്റെ സ്പായിൽ ഒരു ദിവസം അച്ചായൻ കുറച്ച് സ്മോൾ വന്നിടി. അപ്പം ഞാൻ ഇടയ്ക്കൊക്കെ ലൈവ് ഇടും. എൻ്റെ അബദ്ധത്തിൽ ഞാൻ എന്താക്കി, കള്ളു കുടിച്ച് വിറ്റപ്പോൾ എൻ്റെ നമ്പർ ഞാൻ പച്ചയ്ക്ക് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം ആദ്യമായിട്ട് ആൾക്കാർ കാണുന്നില്ലേ, ദുബായിൽ ഫസ്റ്റ് ടൈം അല്ലേ, ആൾക്കാർക്കൊരു ആഗ്രഹം ഉണ്ടല്ലോ വിജിനെ കാണാം. അങ്ങനെ കസ്റ്റമർ കുന്നുകൂടി. അങ്ങനെ ഞാൻ ലൈവ് ഇട്ടിട്ട് അങ്ങനെ കസ്റ്റമർ വന്നുകൊണ്ടിരിക്കുന്നത് ലൈവിൽ കുറേ പെണ്ണുങ്ങൾ കണ്ടു. അങ്ങനെ 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 പോയി പിന്നെ എല്ലാ പെണ്ണുങ്ങളും പച്ചയ്ക്ക് ലൈവ് ഇട്ട് തുടങ്ങി. എല്ലാ സ്പാക്കാരും എല്ലാ അഡക്കാരും പ്രൈവറ്റായിട്ട് വർക്ക് എടുക്കുന്നവരും ഇപ്പോൾ ഓപ്പണായിട്ട് എടുക്കുന്നവരും എല്ലാവരും, ഇപ്പോൾ വാച്ച് കട ആയിക്കോട്ടെ, സ്പ്രേ കട ആയിക്കോട്ടെ, അട്ട ആയിക്കോട്ടെ, മസാജ് സെൻ്റർ ആയിക്കോട്ടെ, തുണിക്കട ആയിക്കോട്ടെ, ഒരു പാത്രക്കട ആയിക്കോട്ടെ, എല്ലാവരും ലൈവ് ഇട്ട് തുടങ്ങി, കച്ചവടം കേട്ടാൻ തുടങ്ങി. അതിന് തുടക്കം വെച്ചത് ഞാൻ വേണ്ടി വന്നു ജനങ്ങൾക്ക് ജീവിക്കാൻ. തുടക്കം കുറിച്ചതാരാ? ഞാൻ. അല്ലേച്ചി, ഞാൻ എല്ലാവർക്കും ഒരു വഴികാട്ടിയായതാണ്. ഞാനാണ് ഈ പബ്ലിക്കായിട്ട് നമ്പർ പറഞ്ഞു കൊടുത്തത്. അത് എൻ്റെ ഒരു അബദ്ധത്തിൽ എൻ്റെ വായേന്ന് എന്തോ ചാടിപ്പോയതാണ് ഒരു വട്ടം നമ്പർ. അതിനുശേഷം ആളുകൾക്ക് മനസ്സിലായ ചേച്ചി ബീച്ചിലേക്ക് നല്ല കസ്റ്റമർ കിട്ടുന്നുണ്ടെന്ന്. അതിനുശേഷം എല്ലാവരും അങ്ങ് തുടങ്ങി. അതിനുശേഷം ഫിലിപ്പീൻസുകളായിക്കോട്ടെ, ഇന്തോനേഷ്യ ആയിക്കോട്ടെ, എല്ലാവരും തുടങ്ങി. ഹിന്ദിക്കാർ ബാറിൽ വരെ ലൈവായി. എല്ലാ ലോകം വേൾഡ് കപ്പ് ഉൾപ്പെടെ എല്ലാവരും ഇപ്പോൾ വിജയ് കണ്ടുപിടിച്ചു. പക്ഷെ ബിജിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ബിജിക്ക് അത്യാവശ്യം ബിജി ജീവിച്ചു പോകുന്നുണ്ട്. അല്ല റൈസിക്ക, അല്ല സത്യമല്ലേ റൈസൊക്കെ ഇത് പറഞ്ഞ കറക്റ്റ് അല്ലേ? അതെ. ആ മൊബൈൽ നമ്പർ പറഞ്ഞ സമയത്ത് എനിക്ക് വന്ന കസ്റ്റമേഴ്സിൻ്റെ എൻ്റെ അമ്മ എണ്ണം നിങ്ങളൊക്കെ കേട്ടാണ്ടല്ലോ നെറ്റും. സ്പായിൽ എനിക്ക് സ്വർണ്ണമോതിരം വരെ കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് റാങ്ക് മേടിച്ചതിന് ഏറ്റവും കൂടുതൽ കസ്റ്റമർ എടുത്തതിൻ്റെ. അന്ന് എന്താ അടിയെന്ന് പറയുന്നത്, സ്പായിൽ പെണ്ണുങ്ങളെല്ലാം അടിക്കാൻ വരെ വന്നു. എല്ലാത്തിനും ഞാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ഒരെണ്ണത്തിന് ഞാൻ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. സത്യം. ഇപ്പൊ പിന്നെ ഞാൻ അതൊക്കെ നിർത്തിയതാ. അല്ലേ റൈസിക്ക, എന്തോരം അടി ഉണ്ടായിക്കണമെന്ന് പറയും. എന്തോരം അടി സ്പായിക്കിടന്ന് പെണ്ണുങ്ങളൊക്കെ പാടെ തല്ലാൻ വരെ വരുന്നു. ബിജിക്ക് മാത്രമേ കസ്റ്റമറെ കൊടുക്കുന്നുള്ളൂ. ബിജിക്ക് എന്താ ഇങ്ങനെ കസ്റ്റമർ വരുന്നത്? അപ്പം അച്ചായൻ പറയും, എടാ അവള് പ്രമുഖയാണ് ടിക്ടോക്കിലെ, അവളെ ലോകമെമ്പാട് ജനങ്ങളറിയാം, അതുകൊണ്ട് വരുന്നതാണ്, നിങ്ങൾ ടെൻഷൻ അടിക്കില്ലെന്ന് പറയും.
എന്ത് കുശുമ്പായിരുന്നു അറിയോ പെണ്ണുങ്ങൾക്ക് എന്നോട്. മനസ്സിലായോ? ഭയങ്കര കുശുമ്പായിരുന്നു. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയ കാശായിട്ടാ ഞാനിപ്പോൾ സ്ഥലം മേടിച്ചത്. മനസ്സിലായോ? ഇപ്പോഴും തരാൻ കിടക്കുക അച്ചായനൊക്കെ കാശ് 14,000 ദിർഹംസ്. അങ്ങനെ അത്യാവശ്യം ഞാൻ കുറച്ചൊക്കെ ഉണ്ടാക്കി. കംപ്ലൈന്റ് കൊടുക്കണോ? പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെ ഇപ്പം ഈ 2-3 വർഷമായിട്ടില്ല കേട്ടോ. ഇഷ്ടമല്ല. ഇപ്പം എൻ്റെ കസ്റ്റമേഴ്സൊന്നും അങ്ങനെ എടുക്കാൻ എനിക്ക് താല്പര്യമില്ല. ഉള്ളതും കൊണ്ടോ എന്തേ വരിക? നമുക്കൊരു ടെൻഷനില്ല, ഒന്നുമില്ല. നമുക്ക് അത്യാവശ്യം ഇപ്പോൾ മതി. എനിക്കിപ്പോൾ കസ്റ്റമർ ഇല്ല വേണമെന്ന് വെച്ചാൽ ഞാൻ 2 കോളിൽ ഏതെങ്കിലും ഒരുത്തനോട് ചാറ്റി ഒരാളെ വരുത്തിക്കും. അത്ര മതി, ധാരാളം. അതെ, ഒരു മിനിറ്റ്. ഇന്നലെ വന്നവൻ എനിക്ക് മെസ്സേജ് കൊടുക്കുന്നു, അശ്മ ചേച്ചി കേട്ടോ ഓട്ടേടാ, ഒന്ന് മ്യൂട്ട് അടിക്കാനേ. ഇന്നലെ വന്നവൻ മെസ്സേജ് അയക്കുന്നുണ്ട്, കേട്ടോക്കട്ടെ. ഇന്ന് വരവല്ലോ ആരെ എനിക്ക് വിട്ട വ്യൂസ് എടുത്താ. അവനും ഇഷ്ടമായി, പക്ഷെ ഇന്ന് വരാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. ഇപ്പം 5:30 അവൻ അജ്മാനി പോവും. അടുത്ത് അവനില്ല. എൻ്റെ അമ്മേൻ്റെ കാല്. എൻ്റെ അല്ലെങ്കിലും എൻ്റെ അടുത്ത് ഒരാൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട കസ്റ്റമറാണെങ്കിൽ ഞാൻ സാധിക്കും. കാല് എടുക്കും. ഞാൻ ആരും ചാറ്റലില്ല. മറ്റേ ചേട്ടൻ വരും 1 മണിക്കൂർ കഴിയുമ്പോൾ, അത് മതി. കാല് വലിക്കണം. എന്നിട്ട് വെള്ളം കുടിക്കട്ടെ. എൻ്റെ അമ്മേൻ്റെ കാല് ഇന്ന് കാല് കഴിച്ചിട്ട് മതി. നമുക്കൊരു കാപ്പി കുടിച്ചാലോ? എന്താ നിങ്ങളുടെ തീരുമാനം? ഇച്ചിരി കാപ്പി, ചായ, നല്ല ചൂട് കാപ്പി കുടിച്ചാലോ? ഈ പച്ചവെള്ളം കുടിക്കുന്ന കാര്യം എന്തു പറയുന്നു? ഒരു എക്സസൈസ് ആവുകയും നടക്കുകയും ചെയ്യാം. എന്തു പറയുന്നു? നമുക്ക് കാപ്പി ഇട്ട് കുടിക്കാം. നിങ്ങളുടെ അഭിപ്രായം പറയൂ. ഈ പച്ചവെള്ളം ഈ ഏസിൽ തണുത്തിരിക്കൂ. പച്ചവെള്ളം തുടങ്ങാൻ പറ്റിയിട്ടില്ല, ആശുപത്രി തണുത്തിരിക്കുക വെള്ളം.